ഹായ് ഓൾ എന്നൊരു സിമ്പിൾ ഈവനിങ് ആണ് കാണുന്നത്. അപ്പം ആദ്യം തന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കടലയും അതുപോലെ തന്നെ കട്ടനും കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടല ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ലൈറ്റ് സ്നാക്ക് പോലെ ഉണ്ടാക്കിയതാണ്. എൻ്റെ ആയിട്ടുള്ള എന്തൊക്കെയോ റെസിപ്പിയിൽ ഞാൻ ട്രൈ ചെയ്തത്, പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതിനുശേഷം കുറച്ച് നഗറ്റ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ ആ നഗറ്റ്സ് ഫ്രൈ ചെയ്തു. നഗറ്റ്സിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം മക്രോണി ഉണ്ടാക്കുക എന്നതായിരുന്നു മെയിൻ ടാസ്ക്. ഡിന്നറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട് ടൈം. വെജിറ്റബിൾസ് ഒക്കെ സെറ്റ് ചെയ്തു, ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാല ഓൾറെഡി ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് അബായ ഇട്ട് പുറത്തൊക്കെ പോകുന്നത്. അതിൻ്റെ കുറച്ച് ഷോ ഓഫാണ് ഈ കാണുന്നത്. അപ്പം ഞങ്ങൾ നേരെ ഷോപ്പിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കുകയാണ്. ഞങ്ങൾ നടന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നത്. നിയർ ബൈ ആയിട്ടായിരുന്നു ഷോപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ മെയിൻലി പോയത് ഹൈസൂനെ പാർക്കിൽ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഡെയിലി അതൊരു റൂട്ടീനായിട്ട് വന്നേക്കാണ്. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ നമ്മൾ ഹൈസൂനെ പാർക്കിലോട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പം ഇവൻ്റെ ഷോപ്പിൽ കയറിയപ്പോഴത്തേക്ക് പിന്നെ ഹൈസൂൻ്റെ കണ്ണ് മൊത്തം ടോയ്സ് കാര്യങ്ങളിലാണ്. പക്ഷെ ഒന്നും കളിക്കത്തൊന്നുമില്ല, എന്നാലും അവനത് കാണുമ്പോൾ എല്ലാം വേണം. അതിനുശേഷം ഞങ്ങളിത് അവിടെ പാർക്കിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന തന്നെ റൂമിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ പാർക്കുള്ളത്. അപ്പം തിരിച്ചു വരുന്ന വഴി ജസ്റ്റ് പാർക്കിലൊക്കെ കയറ്റി. അപ്പം കുറേ ദിവസത്തെ പരിശ്രമത്തിന് ശേഷം ഹൈസ് സ്വന്തമായിട്ട് സ്ലൈഡിൽ ഇറങ്ങാനായിട്ട് ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങൾ രണ്ട് സൈഡിൽ നിന്ന് ഫുൾ പ്രൊട്ടക്ഷൻ വെച്ചിട്ടാണ് ഹൈസിനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിരക്കാൻ വിടുന്നത്. അപ്പോൾ ഇവിടെ വാപ്പീൻ്റെയും മോൻ്റെയും പുതിയ കലാപരിപാടിയാണ്. മോനെ തൂങ്ങി പഠിപ്പിക്കലാണ് ഇപ്പോൾ വാപ്പീൻ്റെ ജോലി. ഹൈസു അങ്ങനെ സ്ലൈഡിലും കാര്യങ്ങളിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിനിടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ടുണ്ട് അവനെ. കാരണം അവൻ സ്വന്തമായിട്ട് നടക്കുമെങ്കിലും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം സ്വന്തമായിട്ട് സ്ലൈഡിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ഹാപ്പിനെസ്സാണ് ഹൈസുവിൻ്റെ ഫേസിലേക്ക് കാണുന്നത് മുഴുവൻ. ഭയങ്കര ഹാപ്പിയായിരുന്നു. തിരിച്ച് വരുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ച് ഞങ്ങൾ റൂമിലോട്ട് പോയിട്ട് മക്രോണി കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അത്രേ ഉള്ളൂ.